നമസ്കാരം. അഹങ്കാരം ആത്മജ്ഞാനത്തെ നശിപ്പിക്കും എന്നതിനാൽ ആദിയിൽ ബ്രഹ്മദേവന്റെ അഹങ്കാരം നശിപ്പിക്കാനായി ശ്രീപരമേശ്വരൻ ബ്രഹ്മാവിന്റെ 5ാമത്തെ ശിരസ് ഖണ്ഡിച്ച സ്ഥലമെന്നും നന്ദിദേവന്റെ വിവാഹത്തിന് ആഭരണങ്ങൾ സമ്മാനിച്ച ക്ഷേത്രമെന്നും സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു പ്രശസ്ത ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு ബ്രഹ്മശിര കണ്ടീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ തിരുക്കണ്ടിയൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, ബ്രഹ്മശിര കണ്ടീശ്വരർ, വീരട്ടാനേശ്വരർ, ബ്രഹ്മനാഥർ, ആദിവില്ലുവനനാഥർ എന്നീ നാമങ്ങളിലും ശ്രീപാർവതി, മംഗളാംബികെ, മംഗളനായികി എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന ഉത്സവമൂർത്തി സോമസ്കന്ദരാണ്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 12ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ അപ്പർ, സമ്പന്തർ എന്നിവർ ദേവാരം പാടലിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പതികം പാടിയിട്ടുണ്ട്. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെക്കുറിച്ച് തന്റെ കവിതാ സമാഹാരമായ തിരുപ്പുകഴിൽ പാടിയിരിക്കുന്നു. പ്രധാനമായും ശ്രീപരമേശ്വരൻ ബ്രഹ്മദേവന്റെ 5ാമത്തെ ശിരസ് പറിച്ചെടുത്ത സ്ഥലമാണിത്. മഹാഭാരതത്തിലെ ദ്രോണാചാര്യർ പുത്രഭാഗ്യത്തിനായി തുമ്പമലർ കൊണ്ട് അർച്ചന ചെയ്ത ക്ഷേത്രമാണിത്. മാസിമാസം 13, 14, 15 തീയതികളിൽ സൂര്യൻ തന്റെ പ്രഭാതകിരണങ്ങൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുന്നു. ദക്ഷ പ്രജാപതി ശിവഭഗവാനെ അപമാനിച്ച തെറ്റിന് ഇവിടെ ഭഗവാനെ പൂജിച്ച് ശാപമോക്ഷം ലഭിച്ചു. ഭഗീരഥൻ ഈ ക്ഷേത്രത്തിലെ വീരട്ടാനേശ്വരരെ തപസ് ചെയ്താണ് ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ശിവഭഗവാന്റെ അട്ടവീരട്ടാന സ്ഥലങ്ങളിൽ ഇതും ഒന്ന്. ശിവഭഗവാന്റെ പരാക്രമം കുറിക്കുന്ന 8 സ്ഥലങ്ങളാണ് അട്ടവീരട്ടാന സ്ഥലങ്ങൾ. അവയാണ് ബ്രഹ്മാവിന്റെ തല കൊയ്ത തിരുക്കണ്ടിയൂർ, അന്തകാസുരനെ വീഴ്ത്തിയ തിരുക്കോവിലൂർ, ത്രിപുര സംഹാരം ചെയ്ത തിരുവതികെ, ദക്ഷനെ നിഗ്രഹിച്ച കീഴപ്പരശലൂർ, ജലന്ധരനെ വധിച്ച തിരുവിർക്കുടി, ഗജാസുരനെ വധിച്ച തിരുവാഴുവൂർ, മന്മഥനെ ഭസ്മമാക്കിയ തിരുക്കുരക്കെ, യമനെ സംഹാരം ചെയ്ത തിരുക്കടയൂർ. തിരുവയ്യാർ സപ്തസ്ഥാന സ്ഥലങ്ങളിൽ ഒന്നാണിത്. അയ്യാറപ്പർ തന്റെ മകനായി ഏറ്റെടുത്ത നന്ദി ഭഗവാന്റെയും സ്വയസ്വയാംബികയുടെയും വിവാഹത്തിനായി ആഭരണങ്ങളും കുതിരയും നൽകിയ സ്ഥലമാണ് ഈ ക്ഷേത്രം. കണ്ടി എന്നാൽ തമിഴിൽ ആഭരണം എന്നാണ് അർത്ഥം. അങ്ങനെയും ഈ പ്രദേശത്തിന് തിരുക്കണ്ടിയൂർ എന്ന നാമം വന്നിരിക്കാം. സരസ്വതി ദേവി തന്റെ മംഗല്യഭാഗ്യത്തിനായി ശിവഭഗവാനെ പ്രാർത്ഥിച്ച സ്ഥലമാണിതെന്നും ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ശ്രീപരമേശ്വരന് ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, സത്യോജാതം എന്നീ 5 മുഖങ്ങൾ ഉള്ളതുപോലെ ആദിയിൽ ബ്രഹ്മദേവനും 5 മുഖങ്ങൾ ഉണ്ടായിരുന്നു. ശിവഭഗവാനെ പോലെയും വിഷ്ണു ഭഗവാൻ ഒപ്പവുമാണ് താനെന്നൊരു തോന്നലിൽ ബ്രഹ്മദേവന് അതിരുകടന്ന അഹന്ത ഉണ്ടായി. ഒരു നാൾ ബ്രഹ്മാവ് ശിവഭഗവാനെ കാണാൻ കൈലാസത്തിലെത്തിയപ്പോൾ ശ്രീപരമേശ്വരൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഭഗവാൻ വരുന്നതും നോക്കി ബ്രഹ്മാവ് അവിടെയിരുന്നു. ധ്യാനത്തിലായിരുന്ന പാർവതീദേവി ഉണർന്നപ്പോൾ ബ്രഹ്മദേവനെ കണ്ട് ശ്രീപരമേശ്വരനാണെന്ന് വിചാരിച്ച് പാദപൂജ ചെയ്തു. സൃഷ്ടികാരകനായതിനാലാണ് പാർവതീദേവി തനിക്ക് പൂജ ചെയ്യുന്നത് എന്ന തോന്നലിൽ ഒന്നും മിണ്ടാതെ ബ്രഹ്മദേവൻ പൂജ സ്വീകരിച്ചു. ഇത് കണ്ടുകൊണ്ടുവന്ന ശിവഭഗവാൻ പാർവതീദേവിക്ക് ഇനി ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചും ബ്രഹ്മദേവന്റെ അഹങ്കാരം അടക്കാനുമായി തന്റെ തൃശൂലത്തിനാൽ ബ്രഹ്മാവിന്റെ 5ാമത്തെ ശിരസ് കൊയ്തെടുത്തു. വേറൊരു പുരാണ പ്രകാരം ബ്രഹ്മദേവൻ തിലോത്തമയെ സൃഷ്ടിച്ച ശേഷം തനിക്ക് 5ാമതൊരു ശിരസ് സൃഷ്ടിച്ച് തിലോത്തമയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് സൃഷ്ടികർമ്മത്തിൽ കൃത്യവിലോപം വരുത്തി. ഇത് മനസ്സിലാക്കിയ ശിവഭഗവാൻ ബ്രഹ്മാവിന്റെ അഹങ്കാരമായ 5ാമത്തെ ശിരസ് വടുക വീരഭദ്രരെ വെച്ച് പറിച്ചെടുത്തു എന്നാണ്. ബ്രഹ്മാവിന്റെ ശിരസ് ഖണ്ഡിച്ച സ്ഥലം എന്നർത്ഥത്തിൽ ഈ പ്രദേശം കണ്ഠനപുരമെന്നും പിന്നീട് തിരുക്കണ്ടിയൂർ എന്നുമായി മാറി. ബ്രഹ്മദേവന്റെ തല കൊയ്തെടുത്ത ഭഗവാന്റെ കയ്യിൽ ആ ശിരസ് ഭിക്ഷാപാത്രം പോലെ ഒട്ടുകയും ബ്രഹ്മഹത്യാദോഷം പിടിപെടുകയും ചെയ്ത ശിവഭഗവാൻ പിച്ചാടനരായി അലഞ്ഞ് ഒടുവിൽ ഹരവിമോചന പെരുമാൾ ക്ഷേത്രത്തിൽ വെച്ചാണ് ശാപമോക്ഷം കിട്ടിയത് എന്നാണ് ഐതിഹ്യം. തന്റെ തെറ്റ് മനസ്സിലാക്കി ബ്രഹ്മദേവൻ സരസ്വതി ദേവിയോടൊപ്പം ഇവിടെ ഭഗവാനെ പ്രാർത്ഥിച്ച് 5ാമത്തെ ശിരസ് പോയാലും തന്റെ സൗന്ദര്യത്തിന് കോട്ടം വരാതെ സൃഷ്ടികർമ്മം പുനരാരംഭിച്ചതായി ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിൽ അമ്മൻ സന്നിധിക്ക് അടുത്തായി കയ്യിൽ ജപമാലയും താമരയുമായി ബ്രഹ്മദേവന്റെയും അരികിൽ സരസ്വതി ദേവിയുടെയും പ്രതിഷ്ഠകളുണ്ട്. വേറൊരു ഐതിഹ്യം. തികഞ്ഞ ശിവഭക്തനായിരുന്നു സദാതപ മുനി. പ്രദോഷ നേരത്തിൽ തിരുക്കാളഹസ്തിയിലെത്തി കാളത്തിനാഥരെ പ്രാർത്ഥിക്കുന്ന ശീലമുള്ള അദ്ദേഹം ഒരു നാൾ ശിവസ്ഥലയാത്രയ്ക്കിടെ ഇവിടെ എത്തിയപ്പോഴേക്കും നടയടച്ചിരുന്നു. കാളഹസ്തിയിലെത്താൻ തടസ്സം നേരിട്ടതിൽ വിഷമിച്ച അദ്ദേഹം തീക്കുണ്ടമൊരുക്കി ആത്മാഹുതിക്കൊരുങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഭഗവാൻ ഉമയോടൊപ്പം വില്ലുമരത്തിൽ കാളത്തിയപ്പരായി ഋഷിക്ക് ദർശനം കൊടുത്തു. അതിനാൽ ഈ പ്രദേശം വില്വാരണ്യം എന്നറിയപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഒരു നാൾ ഇന്ദ്രലോകത്ത് ചിത്രവചൻ എന്ന ഗന്ധർവൻ ഭാര്യ ഗുണവതിയോടൊപ്പം പൂങ്കാവനത്തിൽ പരസ്യമായി പ്രേമസല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കെ ആ വഴി വന്ന ദേവലർ എന്ന മഹർഷി കുപിതനായി ഗന്ധർവനെ അസുരനായും ഭാര്യയെ പലാശമരമായും മാറാൻ ശപിച്ചു. അവർ ശാപമോക്ഷത്തിന് അപേക്ഷിച്ചപ്പോൾ അഗസ്ത്യരുടെ ശിഷ്യനായ സദാതപൻ എന്ന മുനിയാൽ ശാപം നീങ്ങും എന്നുര ചെയ്തു. അസുരനായി ചിത്രവചനും പലാശമരമായി ഗുണവതിയും കാവേരിയാറ്റിൻകരയിൽ വസിച്ചു വന്നു. ഒരു ശനിപ്രദോഷത്തിന് കാളഹസ്തിക്ക് പോകുകയായിരുന്ന സദാതപ മഹർഷി കണ്ടിയൂരിലെത്തിയപ്പോൾ പെരുമഴയായതിനാൽ പലാശമരത്തിനടിയിൽ തങ്ങി.
മഹർഷിയുടെ സ്പർശത്താൽ ഗുണവതിക്ക് പഴയ രൂപം തിരിച്ചു കിട്ടുകയും അസുരനായ ചിത്രവചന്റെ മേൽ മഹർഷി കമണ്ഡലൂരിലെ ജലം തളിക്കുകയും ചെയ്തപ്പോൾ ഇരുവരും പഴയപടിയായി ഇന്ദ്രലോകത്തേക്ക് തിരിച്ചുപോയി. ക്ഷേത്രത്തിൽ സദാതപ മഹർഷിയുടെയും കാളത്തിനാഥരുടെയും ശില്പം ഭക്തർക്ക് ദർശിക്കാം. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും പടിഞ്ഞാറ് ദർശനമായ 5 നില രാജഗോപുരത്തോടും 2 പ്രകാരങ്ങളോടും ദണ്ഡപാണി മണ്ഡപം, ഒവ്വാൽ നെത്തി മണ്ഡപം എന്നിങ്ങനെയുള്ള മണ്ഡപങ്ങളോടും കൂടിയ ബ്രഹ്മശിരകണ്ഠീശ്വരർ തിരുക്കോവിൽ പല്ലവരുടെ കാലത്തെ നിർമ്മിതിയാണെന്നാണ് അനുമാനം. ചോഴ മന്നന്മാരായ കോപ്പര കേസരിവർമ്മൻ, രാജേന്ദ്ര ചോഴൻ ഒന്നാമൻ എന്നിവരുടെ കാലത്തെ ശിലാഫലകങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. തിരുവീരട്ടനാട് മഹാദേവർ, തിരുക്കണ്ടിയൂർ ഉടയ മഹാദേവർ എന്നിങ്ങനെയാണ് അതിൽ ശിവഭഗവാനെ പറ്റിയുള്ള പരാമർശം. കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാനെയും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ആദ്യ പ്രകാരത്തിൽ നിന്ന് കരുവറയ്ക്ക് ചെല്ലുന്നതിന് മുമ്പ് ഇടതുഭാഗത്ത് സപ്തസ്ഥാന ലിംഗങ്ങളും പഞ്ചഭൂത ലിംഗങ്ങളും, വലതുവശത്ത് സദാതപ മുനിയുടെയും കാളത്തിനാഥരുടെയും സൂര്യന്റെയും ശില്പങ്ങളാണ്. രണ്ടാമത്തെ ഗോപുരത്തിനടുത്തായി സ്ഥലവൃക്ഷമായ വില്വമരവും അതിനടിയിൽ രാജഗണപതിയും. അമ്മൻ സന്നിധിക്കരികിൽ ബ്രഹ്മദേവന്റെയും സരസ്വതി ദേവിയുടെയും പ്രതിഷ്ഠകൾ. അരികിൽ വിഷ്ണുദുർഗ സന്നിധി. വളരെ വ്യത്യാസമായി ഇവിടെ അർദ്ധനാരീശ്വരർ ഋഷഭവാഹനത്തിൽ ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. രണ്ടാം പ്രകാരത്തിൽ തെക്ക് ഭാഗത്ത് കാളിയമ്മൻ കോവിലും നന്ദവനവും. ഇവിടെയുള്ള നവഗ്രഹ മണ്ഡപത്തിൽ സൂര്യനെയും പത്നിമാരെയും നോക്കിയാണ് മറ്റു ഗ്രഹങ്ങൾ നിലകൊള്ളുന്നത്. മഹാമണ്ഡപവും അർദ്ധമണ്ഡപവും കഴിഞ്ഞാൽ കരുവറ. കരുവറ വാതിൽക്കൽ ശ്രീമുരുകൻ, ജ്ഞാനഗുരു, സ്കന്ദഗുരു എന്നീ നാമങ്ങളിൽ പിതാവിന് കാവലായി ദ്വാരപാലകരായി നിലകൊള്ളുന്നു. കരുവറയ്ക്കുള്ളിൽ മൂലവർ ശ്രീപരമേശ്വരൻ ബ്രഹ്മശിരകണ്ഠീശ്വരർ എന്ന നാമത്തോടെ സ്വയംഭൂ ശിവലിംഗമായി പടിഞ്ഞാറ് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. പ്രത്യേകം സന്നിധിയിൽ തായാർ മംഗളാംബികെ എന്ന നാമത്തിൽ കരുണാമയിയായി ഭക്തർക്ക് മംഗളം ചൊരിഞ്ഞുകൊണ്ട് തെക്ക് ദർശനമായി നിലകൊള്ളുന്നു. ഇരുവരെയും വസ്ത്രം ചാർത്തി പ്രാർത്ഥിച്ചാൽ അറിയാതെ ചെയ്ത തെറ്റുകൾക്കും മാപ്പ് കിട്ടും, ബ്രഹ്മഹത്യാദോഷം നീങ്ങും, കളത്രദോഷം പുത്രദോഷം മാറും, മനസന്തോഷം ലഭിക്കും, ഉദ്യോഗത്തിൽ പദവി ഉയർവ് കിട്ടും എന്നിങ്ങനെയാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠകളെ കൂടാതെ ദണ്ഡായുധപാണി, വള്ളിദേവയാനി സമേത സുബ്രഹ്മണ്യർ, ചന്ദ്രൻ, സൂര്യൻ, പ്രയോഗചക്രത്തോടെ ദുർഗ, ചണ്ഡികേശ്വരർ, വിനായകർ, സ്വർണ്ണകാളി, ലിംഗോദ്ഭവർ, ദക്ഷിണാമൂർത്തി എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം. ക്ഷേത്രതീർത്ഥം നന്ദിതീർത്ഥം, ദക്ഷതീർത്ഥം, ബ്രഹ്മതീർത്ഥം, കുടമുരുട്ടിയാറ്. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അമാവാസി, പ്രദോഷം എന്നിവ കൂടാതെ ചിത്രമാസത്തിൽ സപ്തസ്ഥാന ഉത്സവം, മാർഗഴിയിൽ ആരുദ്ര ദർശനം, വൈകാശി മാസത്തിൽ ബ്രഹ്മോത്സവം, മഹാശിവരാത്രി, വിനായക ചതുർത്ഥി, ആടിപ്പൂരം, കന്ദഷഷ്ഠി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്ത് നിന്ന് 37 കിലോമീറ്റർ, തഞ്ചാവൂരിൽ നിന്ന് 10 കിലോമീറ്റർ, തിരുവയ്യാറിൽ നിന്ന് 3 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തഞ്ചാവൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.